ഇപ്പോൾ സമയം ഏകദേശം 9:50 ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഹരിവചാസനം പാട്ടും കൂടെ കേട്ട് തൊഴുതിറങ്ങാം. നട അടച്ച ശേഷം നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. പുറത്ത് വിട്ട് നല്ല മഴയും പെയ്യുന്നുണ്ട്. നേരെ അരവണ കൗണ്ടറിൽ നിന്ന് അരവണ വാങ്ങാനായിട്ടാണ് പോയത്. പക്ഷെ എനിക്ക് അരവണ വാങ്ങാൻ കഴിഞ്ഞില്ല. കയ്യിൽ ക്യാഷോ അല്ലെങ്കിൽ കാർഡുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കൗണ്ടറിൽ നിന്ന് അരവണയോ അപ്പമോ ലഭിക്കത്തുള്ളൂ. ഗൂഗിൾ പേ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമല്ല. ബാഗും പേഴ്സും റൂമിലായതുകൊണ്ട് അരവണ വാങ്ങാതെ ഞാൻ തിരിച്ചു പോന്നു. അടുത്ത ദിവസം ഉടുക്കാനായിട്ട് ഒരു കൈലിമുണ്ട് ഇവിടെ നിന്ന് വാങ്ങി. 250 രൂപയാണ് വിലയായത്. പക്ഷെ അതിന്റെ പകുതി വിലയുടെ ക്വാളിറ്റി പോലും ഉണ്ടായിരുന്നില്ല. ശേഷം ഫുഡ് കഴിക്കാനായിട്ട് നേരെ മെസ്സിലോട്ട് കയറി. ആനയ്ക്കൊപ്പം വന്നതാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇവിടുന്ന് സൗജന്യമായിട്ട് കഞ്ഞി കിട്ടി. നല്ല ചൂട് കഞ്ഞി കുടിച്ച ശേഷം ഉറങ്ങാനായിട്ട് തിരിച്ച് ദേവസ്വം ക്വാർട്ടേഴ്സിലെ റൂമിലോട്ടെത്തി. മണികണ്ഠൻ പുറത്തു തന്നെ നിൽപ്പുണ്ട്. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. ഞാനും ഉറങ്ങാനായിട്ട് പോവുകയാണ്. നാളെ രാവിലെ തന്നെ എണീക്കണം. വെളിഞ്ഞൂർ മണികണ്ഠനോടൊപ്പം രാവിലെ തന്നെ സന്നിധാനത്തോട്ട് പോകാനുള്ളതാണ്. ഗുഡ് മോർണിംഗ് ശബരിമല. അങ്ങനെ നമ്മുടെ അടുത്ത ദിവസം തുടങ്ങി. നമ്മുടെ മണികണ്ഠൻ രാവിലെ തന്നെ കുളിക്കാനായിട്ട് പോവുകയാണ്.